ഈ വില്ലേജ് ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ അവസാനത്തെ സെഷനാണല്ലോ. ഇതുവരെ സാഹിത്യമായിട്ടും മലയാളി നടന്ന വഴികളെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് മലയാളി അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ലോകം അഭിമുഖീകരിക്കുന്ന ഒരു വിഷയത്തിലാണ് അവസാനത്തെ സെഷൻ നിൽക്കുന്നത്. ഇന്ത്യൻ മാധ്യമ ലോകത്ത് എക്കാലവും ശ്രദ്ധേയരായിരുന്നു മലയാളി മാധ്യമ പ്രവർത്തകർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ പോത്തൻ ജോസഫിനെയും CP രാമചന്ദ്രനെയും TJS ജോർജിനെയൊക്കെ പോലെ വളരെ ഗൗരവപൂർവ്വം മലയാളി എന്താണ് ഇവർ പറയുന്നത് ലോകത്തെക്കുറിച്ചും ചുറ്റുമുള്ളതിനെക്കുറിച്ചും എന്ന് ആകാംക്ഷയോടെ ഗൗരവത്തോടെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം വിനോദ് കെ ജോസ് ആണെങ്കിലും അതുപോലെ ജോസി ജോസഫൊക്കെ പോലെയുള്ള പ്രമുഖരായ മലയാളി മാധ്യമ പ്രവർത്തകർ ഇന്ത്യയുടെ ജേർണലിസത്തിനുണ്ടായി. അതിൽ ആ കണ്ണിയിലേക്കുള്ള ഒരു തലമുറയിൽ പെടുന്നയാളാണ് ശ്രീ സ്റ്റാൻലി ജോണി. മാധ്യമപ്രവർത്തനത്തെ അവതാരങ്ങൾക്കും റിയാലിറ്റി ഷോകൾക്കപ്പുറം വളരെ ഗൗരവത്തോടെ കൂടി കാണുകയും തനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും ദി ഹിന്ദുവിൻ്റെ ഫോറിൻ അഫയേഴ്സ് എഡിറ്റർ എന്ന നിലയിലുമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് എന്ന വിഷയത്തിൽ സ്റ്റാൻലി ജോണി സംസാരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ഹിന്ദുവിന് വേണ്ടി വാർത്തകളും അവലോകനങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ സിൻ എന്ന് പറയുന്ന പുസ്തകം വളരെ ശ്രദ്ധേയമാവുകയാണ്. ആ പുസ്തകത്തിൻ്റെ എഴുത്തുവഴികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ വിറകടുപ്പ് മുതൽ തൊട്ടടുത്ത ഹോട്ടലുകൾ വരെ അടച്ചുപൂട്ടപ്പെടുന്ന ഒരു പശ്ചിമേഷ്യൻ സംഘർഷം നമ്മൾ കാണുന്ന രീതി എന്നാൽ സാധാരണഗതിയിൽ ഒരു പാശ്ചാത്യ മാധ്യമങ്ങൾ എന്ത് നൽകുന്നോ വാർത്ത, ആ രീതിയിലാണ് നമ്മൾ ഈ സംഘർഷത്തെ ഇതിൻ്റെ യുദ്ധത്തെയൊക്കെ കാണുന്നത്. അമേരിക്ക പറയുന്ന തിന്മയുടെ അച്ചുതണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള ഇറാനിലുള്ള ആണവായുധ ശേഖരത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധം മലയാളിയുടെ അടുപ്പുകളെ പോലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം എന്ന് പറയുന്നത് സ്റ്റാൻലിയുടെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിൻ്റെ ചരിത്രപരവും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യമാണോ അതോ അമേരിക്ക ലോക പോലീസ് ആവാനുള്ള ശ്രമമാണോ, ഇതിനെങ്ങനെയാണ് കാണുന്നതെന്ന് വിശദീകരിക്കാമോ? താങ്ക്സ് രാധിക. ആൻഡ് ഇവിടെ ഈ ഒരു വില്ലേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ നന്ദി. ഈ ഒരു ഒന്ന് പുസ്തകത്തെ പറ്റി പറഞ്ഞാൽ ഒറിജിനൽ സിൻ ആണ്. ഇപ്പോൾ 3 പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. അവസാനത്തെ പുസ്തകമാണ് ഒറിജിനൽ സിൻ. അത് ഇസ്രായേൽ പാലസ്റ്റൈൻ ആൻഡ് ദ റിവെഞ്ച് ഓഫ് വെസ്റ്റ് ഏഷ്യ എന്നാണ് അതിൻ്റെ ടോപ്പിക്. അത് ഇസ്രായേൽ പാലസ്റ്റൈൻ കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിപ്പോൾ നമ്മൾ ഇറാനെ പറ്റിയിട്ടാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ കോൺഫ്ലിക്റ്റിൽ നിന്ന് ഇറാനിൽ ഇന്ന് നടക്കുന്ന യുദ്ധത്തിലേക്ക് ഒരു തുടർച്ചയുണ്ട്. ഇത് രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻസ് അല്ല. ഒറിജിനൽ സിൻ എഴുതാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് October 7 ഹമാസിൻ്റെ അറ്റാക്കിനെ തുടർന്ന് ആ സമയത്ത് വലിയ രീതിയിലുള്ള ചർച്ച ഈ ഒരു പാലസ്തീൻ വിഷയത്തെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു മെയിൻ സ്ട്രീം നാരേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ വാർത്ത നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഈ വെസ്റ്റേൺ ഏജൻസികൾ വഴിയോ ന്യൂസ് പേപ്പേഴ്സ് വഴിയോ ഒക്കെയാണ്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഉണ്ട്, വാഷിംഗ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേർണൽ, അല്ലെങ്കിൽ BBC, അല്ലെങ്കിൽ AP/AFP, റോയിട്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ പത്രക്കാരെ സംബന്ധിച്ച് AP/AFP, റോയിട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ഇതിൻ്റെ വാർത്തയുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഇവർ സെറ്റ് ചെയ്യുന്ന ഒരു നെറേറ്റീവ് ഉണ്ട് ഒരു ഭാഗത്ത്. അതായത് October 7 ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണമാണ് ഈ ഒരു പാലസ്തീൻ വിഷയത്തിൻ്റെ ബിഗിനിങ് പോയിന്റ്. ഈ ഒരു നെറേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് കാരണമാണ് ഇസ്രായേൽ ഇതെല്ലാം ചെയ്യുന്നത്. ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ മുഴുവൻ സമാധാനമായിരുന്നു എന്നുള്ള ഒരു നെറേറ്റീവ്, അതാണ് ഒരു മെയിൻ സ്ട്രീം നെറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യാത്ര ചെയ്തിട്ടുള്ളതാണ് ജോലിയുടെ ഭാഗമായിട്ട്. ഇപ്പോൾ പാലസ്തീൻ വെസ്റ്റ് ബാങ്കിൽ പോയിട്ടുണ്ട്, ഇസ്രായേലിലും പലതവണ പോയിട്ടുള്ള ആളാണ്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ 2018-ലും 2015-ലാണ് പോകുന്നത്. ഇപ്പോൾ പങ്കജ് മിശ്ര കഴിഞ്ഞ വർഷം ഗാസയെ പറ്റിയിട്ട്, യുദ്ധത്തിന് ശേഷം ഗാസയെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 2016-ലാണ് അദ്ദേഹം ആദ്യമായിട്ട് വെസ്റ്റ് ബാങ്കിൽ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പങ്കജ് മിശ്ര സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അദ്ദേഹം ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളാണ്, നല്ലപോലെ പഠിപ്പുള്ള ആളാണ്, ഈ വെസ്റ്റ് ഏഷ്യയെ പറ്റിയിട്ട് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ദുരന്തം എത്രയാണെന്ന് അറിയുന്ന ഒരാളാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം പറയുന്നത് അദ്ദേഹം വെസ്റ്റ് ബാങ്കിൽ ചെന്ന് അദ്ദേഹം കണ്ട കാര്യങ്ങൾ അദ്ദേഹം മറ്റ് ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ല. അത്രയും നടുക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് വെസ്റ്റ് ബാങ്കിലേതെന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സിമിലർ എക്സ്പീരിയൻസ് ആണ് 2015 ഞാൻ ആദ്യമായിട്ട് വെസ്റ്റ് ബാങ്കിൽ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അന്നത്തെ വെസ്റ്റ് ബാങ്ക് ഇന്നത്തേക്കാൾ ഒത്തിരി ഭേദമാണ്. ഇന്ന് ഇറ്റ്സ് മച്ച് വേഴ്സ് ടുഡേ. അന്ന് ഒത്തിരി ഭേദമാണ് 2015 എന്ന് പറയുമ്പോൾ.
പക്ഷെ എന്നിട്ടും അതായത് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ജോർഡാൻ നദിയുടെ വെസ്റ്റേൺ സൈഡ് ആണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ബാങ്ക് ആണ് വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്കും ഗാസയും ചേരുന്നതാണ് പാലസ്റ്റീനിയൻ ടെറിട്ടറീസ്. വെസ്റ്റ് ബാങ്ക്, ഗാസ ആൻഡ് ജെറുസലേം എന്ന് പറയുന്നതാണ് പാലസ്റ്റീനിയൻ ടെറിട്ടറീസ്. ഗാസയിൽ ഞാൻ പോയിട്ടില്ല. ഗാസയിൽ പോകാൻ ഇസ്രായേൽ ഗവൺമെൻറ് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല എന്നെ. പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും പോയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ഓരോ ടൗൺഷിപ്പും എന്ന് പറയുന്നത് ഓരോ ക്യാപ്സ്യൂളുകളാണ്. 2015 നമ്മൾ കാണുന്ന, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ചെർപ്പുളശ്ശേരിക്ക് വരുന്നത് ഇതിന് മുൻപ് ഇമാജിൻ, അതിന് മുൻപ് പല പല ചെക്ക് പോയിന്റ്, ഫോറിൻ ചെക്ക് പോയിന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ? ഈ ഒരു 100 കിലോമീറ്ററിൽ താഴെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ റാമല്ലയാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ്. റാമല്ലയിൽ നിന്ന് നിങ്ങൾക്ക് അവരുടെ മെയിൻ യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലം അബൂദിസാണ്. അബൂദിസിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ജെറിക്കോ, ബെത്ലഹേം. ഞാൻ ബെത്ലഹേമിൽ പോയിട്ടുണ്ട്. ബെത്ലഹേമിലാണ് ഈ ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും പല ഇസ്രായേലി ചെക്ക് പോയിന്റ്സിലൂടെ കടന്നു പോകാൻ പറ്റും. 540 ചെക്ക് പോയിന്റ്സ് വെസ്റ്റ് ബാങ്കിൽ മാത്രമുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം നമ്മളവിടെ പോയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് നടക്കുന്ന എക്സ്പീരിയൻസ് ആണ് ശരിക്കും. കാരണം നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയെ പറ്റി, നമ്മൾ കൊളോണിയലിസത്തെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷ് ഇന്ത്യയിൽ പോലും നമുക്ക് ഒരു കോളനിയുടെ ഉള്ളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മദ്രാസിലേക്ക്, മദ്രാസിൽ നിന്ന് ബോംബെയിലേക്ക്, ബോംബെയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക്, ഡൽഹിയിലേക്ക് പോകാമായിരുന്നു. വെസ്റ്റ് ബാങ്കിനുള്ളിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലുമില്ല. അപ്പോൾ അതാണ് ഞാൻ അവിടെ അനുഭവിച്ചിട്ടുള്ളൊരു വെസ്റ്റ് ബാങ്ക്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ October 7 ഉണ്ടാവുന്നു. അപ്പോൾ October 7 ഉണ്ടാകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു നെറേറ്റീവ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം October 7 മൂലമാണ്, ഹമാസ് മൂലമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് October 7 ഉണ്ടായത്? എന്താണ് ഈ ഒരു വിഷയത്തിൻ്റെ റൂട്ട്സ് എവിടെയാണ്? ഇതിൻ്റെ വേരുകൾ എവിടെയാണ്? ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണ്? ആ ഒരു ചോദ്യമാണ് ബേസിക്കലി ആ ഒരു പുസ്തകം എഴുതുന്നതിലേക്ക് നയിച്ചത്. അതൊരു പാർട്ട്ലി എൻ്റെ ഒരു റിപ്പോർട്ടിംഗ് എക്സ്പീരിയൻസും പാർട്ട്ലി എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിലുള്ള റിസർച്ച് എക്സ്പീരിയൻസും കൂടി ചേർന്ന ഒരു പുസ്തകമാണ്. അത് ഒരു റിസർച്ച് പ്ലസ് റിപ്പോർട്ടിംഗ് ഫീൽഡ് വർക്ക് ഉള്ള ഒരു പുസ്തകമാണ് ഒറിജിനൽ സെയിൻ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ പാലസ്തീൻ വിഷയത്തെ പറ്റി കേരളത്തിൽ പലയിടത്തും പല പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ പലരും പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ മലയാളികൾ, ഇല്ലേ, പാലക്കാടത്തെ MLA വരെ പറയണ്ടായിരുന്നു അന്ന്, എന്തിനാണ് നിങ്ങൾ മലയാളികൾ പാലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിച്ചത്. അല്ലാതെ വേറെ ഒരുപാട് പാലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കാരണം ഇപ്പം സംസാരിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 3 തവണയാണ് പെട്രോൾ പ്രൈസ് കൂടിയത്. ഇപ്പം അതാരും പറയില്ല. ഇപ്പം നിങ്ങൾക്ക് ഇറാനിൽ നടക്കുന്ന ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്താണെന്നല്ല എൻ്റെ അമ്മയ്ക്ക് വരെ അറിയാം, എല്ലാവർക്കും അറിയാം സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്താണെന്നുള്ളത്. കാരണം പാചകവാതകം കിട്ടാനില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കരുതുന്നത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വളരെ ഇൻസുലേറ്റഡ് ആണെന്നാണ്. നമ്മൾ ഒട്ടും ഇൻസുലേറ്റഡ് അല്ല. അപ്പോൾ പലസ്തീനിൽ നടക്കുന്ന കാര്യമായാലും ഇസ്രായേലിൽ നടക്കുന്ന കാര്യമായാലും ഒക്കെ നമുക്ക് ചർച്ച ചെയ്തേ മതിയാവും. അതൊന്ന്. 2, ഇതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഗാസയിൽ ഇസ്രായേൽ നടന്നിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ കണ്ടിന്യൂവിറ്റി ഉണ്ട് ഇറാനിൽ എന്ന് നടക്കുന്ന ഒരു കാര്യത്തിന്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വെസ്റ്റ് ഏഷ്യയെ നോക്കുമ്പോൾ ഇസ്രായേൽ കാണുന്നത് ഈ October 7 ശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധം വെസ്റ്റ് ഏഷ്യയെ മൊത്തം മാറ്റിമറിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. അപ്പോൾ അവർ ഗാസയെ അറ്റാക്ക് ചെയ്യുന്നു, ലെബനോനെ അറ്റാക്ക് ചെയ്യുന്നു, സിറിയയെ അറ്റാക്ക് ചെയ്യുന്നു, സിറിയയിലെ ഗവൺമെന്റ് വീഴുന്നു, പിന്നീട് ഇറാനിലേക്ക് പോകുന്നു. ഇറാനിൽ 2025 ആദ്യം യുദ്ധം നടത്തുന്നു, 2026 രണ്ടാമത്തെ യുദ്ധം നടക്കുന്നു. ആ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന ഈ ഒരു സംഭവങ്ങളെല്ലാം അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇസ്രായേലാണ് ബേസിക്കലി. അതിൽ നിന്ന് നമുക്കൊരു വര വരച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നടക്കുന്ന എല്ലാ കോൺഫ്ലിക്റ്റുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും. അതായത് 1-ാം ലോക മഹായുദ്ധശേഷം ബ്രിട്ടൻ വിതച്ചിട്ട വിഭജനത്തിൻ്റെയും അശാന്തിയുടെയും വിത്താണ് ഇപ്പോൾ പശ്ചിമേഷ്യയാകം പടർന്നുകൊണ്ടിരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിതറിക്കൊണ്ടിരിക്കുന്നതും. ഈ ഒരു അവസരത്തിൽ ബ്രിട്ടൻ ശക്തി കുറയുകയും അമേരിക്ക ലോക മേധാവിത്വത്തിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. ഈ സമയത്ത് ഈ അമേരിക്കയും ഇസ്രയേലിൻ്റെ ഒരു ഇതിൽ വീണുപോയതാണ് അമേരിക്ക എന്നൊരു വേർഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ കരുതിയത് വളരെ എളുപ്പത്തിൽ ഇറാനെ ഈ ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് കീഴടക്കാം എന്നാണ് കരുതിയതെന്ന് കരുതുന്നു. അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ തെളിയിക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ. അതെ. അപ്പോൾ ഇറാനിലെ യുദ്ധം 3 ദിവസം കൊണ്ട് തീരുമെന്നാണ് ട്രംപിൻ്റെ എക്സ്പെക്ടേഷൻ ആയിരുന്നത്. അതിപ്പോൾ ആദ്യം തന്നെ പറയണ്ടായിരുന്നല്ലോ. അത് ഇസ്രായേലിലെ വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ട്രംപ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമറോട് പറഞ്ഞത്, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് February 28 യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ഇത് ബ്രിട്ടൻ നമ്മളെ സഹായിക്കുമോ എന്നാണ്. ബ്രിട്ടൻ ഷുഡ് ജോയിൻ ദ വോർ. അതാണ് ട്രംപിൻ്റെ ആവശ്യമായിരുന്നത്.
ഇപ്പോൾ കെയർ സ്റ്റാമർ പറഞ്ഞത് എനിക്ക് ക്യാബിനറ്റുമായിട്ട് കൂടിയാലോചന ചെയ്തിട്ടേ തീരുമാനിക്കാൻ പറ്റൂ, എനിക്ക് ഒരാഴ്ച വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രംപ് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം അവസാനിക്കും, ഇത് 4 ദിവസം കൊണ്ട് യുദ്ധം തുടങ്ങിയത് ശനിയാഴ്ചയാണ്, തിങ്കളാഴ്ച മാർക്കറ്റ്സ് എല്ലാം റീഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് യുദ്ധം അവസാനിച്ച് ഇറാനിലെ ഗവൺമെൻറ് വീണ് നമ്മൾ പറയുന്ന ഒരു പുതിയൊരാൾ ഇറാനിലെ അധികാരത്തിലും വരും, അതിനുശേഷം എവരിബഡി വിൽ ലിവ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ള ഒരു അപ്രോച്ചിലാണ് യുദ്ധം തുടങ്ങിയത്. അത് യെസ്, അവർ ഭയങ്കരമായിട്ട് ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അവർ ഭയങ്കരമായിട്ട് അവരുടെ തന്നെ കപ്പാസിറ്റിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഇപ്പോൾ എന്താണ് അമേരിക്കയുടെ യഥാർത്ഥ പ്ലാൻ എന്നുള്ളത്, അത് ഇസ്രായേൽ കാലങ്ങളായിട്ട് പുഷ് ചെയ്യുന്ന ഒരു പ്ലാനായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിൽ ഭരണമാറ്റമാണ് വേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ യുദ്ധത്തിന് മുൻപ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂണിൽ യുദ്ധം തുടങ്ങി, ഈ വർഷം ഫെബ്രുവരി 28 2 തവണയാണ് ഇറാൻ ആക്രമിക്കപ്പെട്ടത്. ഈ 2 തവണയും ആക്രമണത്തിന് മുൻപ് ഇറാൻ അമേരിക്കയുമായിട്ട് ചർച്ചയിലായിരുന്നു. ഇപ്പോൾ ജൂണിൽ എനിക്ക് ഓർമ്മയുണ്ട്, ജൂണിൽ അമേരിക്കയും ഇറാനും തമ്മിൽ 4 റൗണ്ട് ടോക്സ് നടന്നിട്ടുണ്ട്. ജൂൺ 15 5ാമത്തെ റൗണ്ട് അവർ തമ്മിലുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് ജൂൺ 12 ഇസ്രായേൽ ഇറാനെ ബോംബ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ 3 റൗണ്ട് ടോക്ക് ജനീവയിൽ വെച്ചിട്ട് 2 തവണ, മസ്കറ്റിൽ വെച്ചിട്ട് 1 തവണ, 3 റൗണ്ട് ടോക്സ് നടന്നതിന് ശേഷമാണ് ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങുന്നത്. ഈ യുദ്ധത്തിന് മുൻപ് ഇറാനുമായിട്ട് ഇവർ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഡിമാൻഡ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 ഡിമാൻഡ്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യണം. 2, ഇറാൻ്റെ മിസൈൽ പ്രോഗ്രാം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. അതായത് ഇനി ഇറാൻ ഈ ലോങ് റേഞ്ച് മിസൈൽസ് ഉണ്ടാക്കാൻ പാടില്ല, ലോങ് റേഞ്ച് മിസൈൽസ് എല്ലാം സറണ്ടർ ചെയ്യണം. 3, ഇറാൻ ഹെസ്ബുള്ള, ഹൂത്തീസ്, ഹമാസ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഈ സംഘടനകളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കണം. 4, ഇറാൻ്റെ ഗവൺമെൻറ്, അവർ പറയുന്നത് ഇറാൻ്റെ ഗവൺമെൻറ് പുതിയ രീതിയിലുള്ള ഒരു റീഫോം പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യണം, ബേസിക്കലി ഭരണമാറ്റം കൊണ്ടുവരണം. അപ്പോൾ ബേസിക്കലി അമേരിക്ക വാസ് ആസ്കിങ് ഇറാൻ ടു സറണ്ടർ ഇറ്റ്സ് സോവറിനിറ്റി, അല്ലേ? ഒരു പരമാധികാര രാജ്യത്തിൽ നിങ്ങൾ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കൽ പോലും ഞങ്ങളിനി മിസൈൽ ഉണ്ടാക്കില്ല ഒന്ന് പറയാൻ പറ്റില്ല. അത് മിസൈൽസ് നല്ലതാണെന്നല്ല, പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ 4 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഈ 4 ആവശ്യങ്ങൾ ഇറാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആവശ്യങ്ങളെ എങ്ങനെയാണ് അമേരിക്ക, ഈ ഒബ്ജക്റ്റീവ്സിന് എങ്ങനെയാണ് അമേരിക്ക മീറ്റ് ചെയ്യാൻ പോകുന്നത്? അവിടെ ഭരണമാറ്റം കൊണ്ടുവന്നത് കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പോൾ ഇറാനിൽ നിലവിലിരിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അമേരിക്ക പറയുന്നത് കേൾക്കുന്ന ഒരു പുതിയ ഭരണാധികാരിയെ അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റത്തിനെ കൊണ്ടുവരിക. അപ്പോൾ വെനസ്വേലയിൽ അതാണ് ഉണ്ടായത്. ജനുവരി 3 വെനസ്വേലയിലേക്ക് അമേരിക്ക പോകുന്നു, അവിടുത്തെ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്യുന്നു, പകരം അവിടുത്തെ വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് ആക്കുന്നു. വൈസ് പ്രസിഡന്റ് അമേരിക്ക ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അതൊരു ഇന്റേണൽ കൂ ആയിരുന്നു ബേസിക്കലി. അതേപോലെയാണ് അമേരിക്കയ്ക്ക് ഇറാനിലും ചെയ്യാൻ, അതായിരുന്നു പ്ലാൻ. ഇവർ കരുതിയത് അയത്തുള്ള ഖാമിനായിനെ കൊല്ലുക, അയത്തുള്ള ഖാമിനായിനെ അതേപോലെ തന്നെ ഇറാൻ്റെ ടോപ്പ് ലെവലിലുള്ള എല്ലാ മിലിറ്ററി ഓഫീസേഴ്സിനെയും കൊന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ ഗവൺമെൻറ് അതിൻ്റെ ഒരു ഇന്റേണൽ ഇൻകോഹിയറൻസ് മൂലം വീഴുമെന്നും അതേ തുടർന്ന് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള പുതിയൊരു ഭരണകൂടം വരും. അതിനൊരു പ്ലാനും ഉണ്ടായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അഹമ്മദ് നജാദിനെ പ്രസിഡന്റാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും മൊസാദിൻ്റെയും പ്ലാൻ എന്നാണ്. സോ ദേ ഹാഡ് എ പ്ലാൻ ടു ഡു ദിസ്. പക്ഷേ അവർ ദേ ഗോട്ട് ഇറ്റ് റോങ്. ഇവർക്കിത് തെറ്റ് പറ്റും എന്നുള്ളത് ഇറാനെ കുറച്ചെങ്കിലൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അറിയുന്ന, കാരണം ഇറാൻ്റേത് ഒരു വളരെ ഐഡിയോളജിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. അതിനെ പറിച്ചറിയുക സാധ്യമല്ലെന്നല്ല, അത് നടക്കേണ്ടത് ഉള്ളിൽ നിന്നാണ്. ഇപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു വൻ രീതിയിലുള്ള ഒരു റവല്യൂഷണറി മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഇറാനെ ബോംബ് ചെയ്തിട്ട് ഇറാൻ്റെ ഗവൺമെൻറ്റിനെ വീഴ്ത്താൻ കഴിയുമെന്ന് കരുതുന്നത് ഒരു ദിവാസ്വപ്നമാണ്. അത് ഇവർ പലതവണ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, നടക്കുന്നില്ല. കാരണം അറ്റ് എനി ഗിവൺ ടൈം ഇറാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അത് ഭയങ്കര ഡിവൈസീവ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. ഒരു സെക്ഷൻ ഓഫ് അവിടുത്തെ ആളുകൾക്ക് ഈ ഗവൺമെൻറ്റിനോട് താല്പര്യമില്ല. പക്ഷെ അതേസമയം തന്നെ അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ക്യാരക്ടർ കാരണം ഇറാൻ്റെ ഏത് സമയത്തും അവർക്ക് മില്യൺസ് ഓഫ് ആളുകളെ അവർക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1. 2, ഇറാൻ്റെ നിങ്ങൾ സ്റ്റേറ്റ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ടൈറ്റ്ലി ഹെൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് സ്ട്രക്ചറാണ്. നിങ്ങൾക്കൊരു സുപ്രീം ലീഡർ ഉണ്ട്. ഈ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഹെഡ് ആണെന്ന് മാത്രമല്ല ഷിയ മുസ്ലിംസിൻ്റെ പയസായിട്ടുള്ള ഷിയ മുസ്ലിംസിൻ്റെ സ്പിരിച്വൽ ലീഡർ കൂടിയാണ്. പിന്നെ നിങ്ങൾക്കൊരു എലക്റ്റഡ് പ്രസിഡന്റ് ഉണ്ട്, എലക്റ്റഡ് പാർലമെന്റ് ഉണ്ട്, നിങ്ങൾക്കൊരു മിലിറ്ററി ഫോഴ്സ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് IRGC ഉണ്ട്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഉണ്ട്. ഈ IRGCയുടെ ലോയൽറ്റി എന്ന് പറയുന്നത് സുപ്രീം ലീഡറുടെ അടുത്ത് മാത്രമാണ്, പ്രസിഡന്റിന്റെ അടുത്ത് പോലും അല്ല. അപ്പം അങ്ങനെ ഒരു ടൈറ്റ്ലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനെ നിങ്ങൾ
എയർ സ്ട്രൈക്ക് നടത്തി മറിച്ചിടാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. മാത്രമല്ല, ഇപ്പം നമ്മൾ ചരിത്രം നോക്കിയാൽ തന്നെ ഈ എയർ സ്ട്രൈക്ക് കൊണ്ട് റെജീം ചേഞ്ച് ഉണ്ടാവില്ല എപ്പോഴും. ഒന്നുകിൽ നിങ്ങൾ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇൻവേഷൻ നടത്തണം, ഇറാഖിലുണ്ടായതുപോലെ. ഇറാനെ അങ്ങനെ ആക്രമിക്കാൻ പറ്റില്ല. ഇറാൻ്റെ ഒരു ജിയോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഒരു ഡിഫറെൻറ്റ് രാജ്യമാണ്. ഇറാഖ് പോലത്തെ ഒരു രാജ്യമല്ല ഇറാൻ. ഒന്നൊരു സിവിലൈസേഷനിൽ തുടർച്ചയുണ്ട്. ഒരു ഗ്രേറ്റ് പേഴ്ഷ്യൻ സിവിലൈസേഷൻ, അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. ഗവൺമെൻറ്റിനോട് ഒരുപാട് എതിർപ്പുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും നാഷണലിസം എന്ന് പറയുന്നത്, ഇറാനിയൻ നാഷണലിസം എന്ന് പറയുന്നത് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഐഡിയോളജിയാണ്. 3, ഇറാൻ്റെ ഒരു ടോപ്പ്. നമ്മൾ ഇറാനിൽ പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ തെഹ്റാനിൽ 2022 പോയിട്ടുണ്ട്. 2022 പുടിൻ യുക്രൈൻ യുദ്ധം തുടങ്ങുമ്പോൾ ഞാൻ തെഹ്റാനിൽ ഫോറിൻ മിനിസ്റ്ററിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഇറാൻകാരോട് സംസാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ തെഹ്റാനിൽ പോയി കഴിഞ്ഞാൽ, തെഹ്റാനിൽ വിപ്ലവത്തിന് ശേഷം പുതിയ ഇസ്ലാമിക് ഗവൺമെൻറ് ഒരു മിലാദ് ടവർ എന്ന് പറഞ്ഞൊരു ടവർ പണിതിട്ടുണ്ട്. അതൊരു 150 മീറ്റർ ഹൈറ്റിലുള്ള ഒരു വലിയ ടവറാണ്. ഇവരുടെ ഒരു എഞ്ചിനീയറിംഗ്, ഈ പോസ്റ്റ് റെവല്യൂഷണറി എഞ്ചിനീയറിംഗിൻ്റെ ഒരു അത്ഭുതമായിട്ടാണ് അവർ കാണിക്കുന്ന ഒരു ടവറാണ്. അതിൻ്റെ ഏറ്റവും മേലെ നമുക്ക് പോവാം. റേഡിയോ ടവറിലേക്ക് പോകാൻ പറ്റില്ല, പക്ഷെ അതിന് താഴെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, അവിടെ നമുക്ക് പോവാം. ടൂറിസ്റ്റുകൾക്കൊക്കെ പോവാം. അവിടെ പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 120 മീറ്റർ ഹൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെഹ്റാൻ മുഴുവൻ കാണാം. ഈ തെഹ്റാൻ സിറ്റി എന്ന് പറയുന്നത് അതാണ് ഈ ഇറാനിയൻ പ്ലേറ്റിൻ്റെ അതിൻ്റെ ഹാർട്ടാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചുറ്റിനും ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ പീക്സ്. ഈ സ്നോ ക്ലാഡഡ് പീക്സ് ആണ് ചുറ്റിനും. അതുപോലെ ഒരു നഗരത്തിന് നിങ്ങൾക്ക് ഇൻവേഡ് ചെയ്യാൻ പറ്റില്ല. അത് ജിയോഗ്രാഫിക്കലി ഇമ്പോസിബിൾ ആണ്. ഇപ്പം അഫ്ഗാനിസ്ഥാൻ നോക്കുക. അഫ്ഗാനിസ്ഥാൻ അമേരിക്ക ട്രൈ ചെയ്തു അല്ലേ. താലിബാൻ മിലിറ്ററിലി പവർഫുൾ ആയതുകൊണ്ടല്ല അമേരിക്ക തോറ്റത്. അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണ്? അഫ്ഗാനിസ്ഥാൻ പോലൊരു രാജ്യത്തെ അവരുടെ കീഴിൽ നിർത്താൻ അമേരിക്കയ്ക്ക് ആർക്കും സാധിക്കില്ല. സോവിയറ്റ് യൂണിയന് സാധിച്ചില്ല 20-ാം നൂറ്റാണ്ടിൽ, ബ്രിട്ടന് സാധിച്ചില്ല 19-ാം നൂറ്റാണ്ടിൽ. അമേരിക്ക 20 വർഷം ട്രൈ ചെയ്തു, പിന്മാറേണ്ടി വന്നു. ഇപ്പോൾ ടോപ്പോഗ്രഫി, ജിയോഗ്രഫി അവർക്കെതിരാണ്. ഒരു 10 അഫ്ഗാനിസ്ഥാൻ വരും ഇറാൻ. അപ്പോൾ ഇറാൻ പോലൊരു രാജ്യത്തെ നിങ്ങൾക്ക് ഇൻവേഡ് ചെയ്യുന്നത് സാധ്യമല്ല. എയർ സ്ട്രൈക്കിലൂടെ നിങ്ങൾക്ക് ഭരണമാറ്റം കൊണ്ടുവരാനും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പരാജയപ്പെടുമെന്ന് ഏകദേശം ഉറപ്പുള്ള ഒരു യുദ്ധമാണ് അവർ തുടങ്ങിയത്. പക്ഷേ ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും ബേസിക്കലി ദേ വേർ സ്ലീപ്പ് വാക്കിംഗ് ഇൻ ടു ദ വോർ. കാരണം എന്താണ്? ഇസ്രായേലിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇറാനിൽ ഭരണമാറ്റം വേണം. അങ്ങനെ ഭരണമാറ്റം വന്നാൽ മാത്രമേ വെസ്റ്റ് ഏഷ്യയെ ഇസ്രായേലിന് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിനെ മാറ്റിമറിക്കാൻ പറ്റൂ അല്ലേ. ഇപ്പോൾ ഗാസയിൽ അവർ ചെയ്തത്, ലെബനോനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവിടെയൊന്നും കാര്യമായിട്ടുള്ള ഒരു മിലിറ്ററി റെസിസ്റ്റൻസ് വരുന്നില്ല. പക്ഷേ ഇറാനിൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊജക്റ്റ് ഒക്ടോബർ 7 ശേഷം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വെസ്റ്റ് ഏഷ്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ്, അത് ഇറ്റ് ഹിറ്റ് എ സ്റ്റോൺ വാൾ ഇൻ ഇറാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇതൊരു എന്താണ് പറയുക, അമേരിക്ക ഒരു പരാജയത്തിൻ്റെ വക്കിലാണ്. ഈ മൊത്തം പ്രൊജക്റ്റ് ഇറാനിൽ അത് മിലിറ്ററി ഡിഫീറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം അമേരിക്കൻ സാമ്രാജ്യത്വം ഇല്ലാതായി പോകുമെന്നൊന്നുമല്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസ് ആണ്, ഒരു സെറ്റ് ബാക്ക് ആണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നത് ഇറാനിൽ വളരെ ശക്തമായിട്ട് യുവജനങ്ങൾ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന വാർത്തകളായിരുന്നു. ഈ സർക്കാരിനെതിരെ രൂക്ഷമായി പ്രക്ഷോഭം നടത്തുമ്പോഴായിരിക്കണം ആഭ്യന്തര സംഘർഷമുണ്ടെന്ന് അമേരിക്ക തെറ്റിദ്ധരിക്കുകയും യുദ്ധത്തിന് പുറപ്പെടുകയും ഉടനടി കീഴടക്കാം എന്നത് വിചാരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ എന്തായിരിക്കും ഈ ഒരു യുദ്ധാനന്തരം? ഇപ്പോൾ ഇന്ന് പീസ് ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടക്കുന്നുണ്ട്. എന്തായിരിക്കും ഇറാൻ്റെ ഒരു ഭാവി? അതുപോലെ പശ്ചിമേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഡീബന്ധമുള്ള രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ദശലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ ജോലി ചെയ്യുന്ന, ജീവിക്കുന്ന ഇടമാണ്. അപ്പോൾ എന്തായിരിക്കും ഈ യുദ്ധാനന്തരം ഈ പശ്ചിമേഷ്യയുടെ അല്ലെങ്കിൽ അവിടുത്തെ മലയാളികളുടെ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ? അതുപോലെ അതിനകത്ത് വന്ന ഇത്തരം അതിജീവന ശ്രമങ്ങൾ, രാഷ്ട്രീയ പോരാട്ടങ്ങൾ, എതിർ ശബ്ദങ്ങൾ, ഇതെല്ലാം അടിച്ചമർത്തപ്പെടുകയാണ്. ഇത് രണ്ടും എങ്ങനെയാണ് ഈ മേഖലയെ തന്നെ ബാധിക്കുക? ഇപ്പോൾ 1999 മുതൽ ഇറാനിൽ നമ്മൾ ഇപ്പോൾ രാധിക പറഞ്ഞ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിൽ സൈക്കിൾസ് ഓഫ് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഒരു വിഭാഗം ജനങ്ങൾക്ക് ഭരണകൂടത്തോട് കാര്യമായിട്ടുള്ള അതൃപ്തി ഉണ്ടെന്നാണ്. ഈ അതൃപ്തിയാണ് പലപ്പോഴും ഒരു പ്രൊട്ടസ്റ്റിലേക്ക് ചെന്ന് എത്തുന്നത്. ഇപ്പോൾ 2009
1997 ആദ്യത്തെ 2009 97 മുഹമ്മദ് ഖാത്തമി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്, ഖാത്തമി ഒരു റിഫോമിസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ആദ്യത്തെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. 2009 ഇതുപോലെ ഈ വർഷം നടന്നതുപോലെ വളരെ മാസീവായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ശരിയാണ്, ഒന്ന് ഇതൊരു ഐഡിയോളജിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഐഡിയോളജിക്കൽ ഗവൺമെന്റ് ആണ്, ഒരു തിയോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. അതിനോട് എതിർപ്പുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറാന്റെ റവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1979 ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുന്നത്. 1979 മുൻപ് ഇതൊരു മൊണാർക്കി ആയിരുന്നു, റേസ പഹ്ലവിയുടെ മൊണാർക്കി ആയിരുന്നു. അത് ഇറ്റ് വാസ് എ സോഷ്യലി ലിബറൽ സൊസൈറ്റി. പക്ഷെ അതേസമയം തന്നെ ഭയങ്കര ബ്രൂട്ടൽ അതോറിറ്റേറിയൻ ആണ് പൊളിറ്റിക്കലി. അങ്ങനെ ഒരു സൊസൈറ്റി ആയിരുന്നു പഹ്ലവിയുടെ മൊണാർക്കിസ്റ്റ് ആയിരുന്നത്. ഒരു ഭയങ്കര എലീറ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു, രാജഭരണമായിരുന്നു. അതിനെതിരെയായിട്ട് ആണ് ഈ റവല്യൂഷൻ വരുന്നത്. റവല്യൂഷൻ ഇസ്ലാമിക് റവല്യൂഷൻ ആവുന്നത് റവല്യൂഷന് ശേഷമാണ്. റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇറാന്റെ അവിടുത്തെ ലിബറൽസ്, ലെഫ്റ്റ് പാർട്ടികൾ, തുദയ പാർട്ടി എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് വേൾഡിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു തുദയ പാർട്ടി, ട്രേഡ് യൂണിയനിസ്റ്റുകൾ, സ്ത്രീകൾ, ഇസ്ലാമിസ്റ്റുകൾ, അതായത് കോൺസർവേറ്റീവ് ആയിട്ടുള്ള ഷിയ ഇസ്ലാമിസ്റ്റുകൾ, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു ആന്റി ഷാ മൂവ്മെന്റ് നടത്തുന്നത്. ഷാ വീണതിന് ശേഷം അവിടെ ഒരു വാക്വം വരികയും ആ വാക്വത്തിലേക്കാണ് അയത്തുള്ള ഖുമൈനി, ആദ്യത്തെ സുപ്രീം ലീഡർ വരുന്നത്. അദ്ദേഹം പാരീസിലായിരുന്നു. അദ്ദേഹം പാരീസിൽ നിന്ന് ഒരു ചാർട്ടേഡ് എയർക്രാഫ്റ്റിൽ മെഹ്റാബാദ് എയർപോർട്ടിൽ വന്നിറങ്ങുകയും അദ്ദേഹം ഇറാനിയൻ ആളുകളെ അഭിസംബോധന ചെയ്യുകയും ഗോഡ് സെൻഡ് മീ ടു സേവ് ഇറാൻ എന്ന് പറയുകയും പിന്നീട് ഇറാനെ അദ്ദേഹമാണ് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് മാറ്റുന്നത്. അപ്പോൾ ദ ഇസ്ലാമൈസേഷൻ ഓഫ് ദ റവല്യൂഷൻ ഹാപ്പൻഡ് ആഫ്റ്റർ ദ റവല്യൂഷൻ. ഇന്നെല്ലാവരും ഇസ്ലാമിക് റവല്യൂഷൻ എന്നാണ് പറയുക. അത് ശരിക്കും ഇറാനിയൻ വിപ്ലവം ഇസ്ലാമിക് വിപ്ലവമായി മാറിയതാണ് ഇറാന്റെ സാഹചര്യത്തിൽ. ഇപ്പം ഞാൻ പറയുന്നത് ആ ഒരു വിപ്ലവത്തിന്റെ ഒരു കനൽ ഇറാന്റെ സൊസൈറ്റിയിലുണ്ട്. അത് 19ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റവല്യൂഷൻ നടന്നിട്ടുണ്ട്. ഷായനെ തെഹ്റാനിൽ ഒരു മോസ്കിൽ വെച്ചിട്ട് ആളുകൾ തല്ലിക്കൊന്നിട്ടുണ്ട് ഇറാനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റവല്യൂഷന്റെ സമയത്ത്. അപ്പോൾ അത് ആ ഒരു കനൽ അവരുടെ സൊസൈറ്റിയിലും ചരിത്രത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വിപ്ലവത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അതൊരു വെൽഫെയർ ഗവൺമെന്റ് ആണ്. ഒരു ഭാഗത്ത് കോൺസർവേറ്റീവ് ആണ്, സോഷ്യൽ ഔട്ട്ലുക്ക് കോൺസർവേറ്റീവ് ആണ്, ഇക്കണോമിക് ഔട്ട്ലുക്ക് ഭയങ്കര വെൽഫെയർ ഓറിയന്റഡ് ആണ്. ഇന്നും അത് അവർ ഒരു പരിധിവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തെഹ്റാനിൽ പോയി കഴിഞ്ഞാൽ കാണാം, തെഹ്റാൻ ഡസൻ ലുക്ക് ലൈക്ക് എ സിറ്റി ദാറ്റ് ഈസ് ലിവിംഗ് അണ്ടർ സാങ്ഷൻസ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫസ്റ്റ് ക്ലാസ് സിറ്റി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിറ്റി. തെഹ്റാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ, തെഹ്റാനെ പറ്റിയുള്ള ഐഡിയ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ തെഹ്റാനിൽ നിന്ന് മഷദിലേക്ക് ഒരു ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് ട്രെയിനാണ്, 900 കിലോമീറ്റേഴ്സ് ആണ്. അതൊരു 9 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ട്രെയിൻ അറ്റൻഡന്റ്, രാത്രി ഉള്ള ട്രെയിൻ അറ്റൻഡന്റ് 2 സ്ത്രീകളായിരുന്നു. അപ്പോൾ നമ്മൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, ഒരു സൊസൈറ്റിയാണ് ഇറാൻ. അതൊരു പരിധിവരെ ശരിയാണ്. അതായത് പല രീതിയിലുള്ള അടിച്ചമർത്തലുകൾ അവിടെയുണ്ട്. പക്ഷെ അതേ സൊസൈറ്റിയിൽ തന്നെയാണ് രാത്രി, എനിക്കിപ്പോഴും, ഞാൻ ചെന്നൈ തൃശ്ശൂർ ട്രെയിൻ എടുക്കുന്ന ആളാണ്, എനിക്കിപ്പോഴും ഓവർനൈറ്റ് ട്രെയിനിൽ സ്ത്രീകളെ നമ്മുടെ IRCTC കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു അങ്ങനെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഇതിനുണ്ട്, ഈ സൊസൈറ്റിയിലുണ്ട്. ഇപ്പോൾ തെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധ്യാപകരെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളാണ് കൂടുതൽ പുരുഷന്മാരെക്കാളും. വിദ്യാർത്ഥികളെ, റിസർച്ചേഴ്സിനെയും പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനെയും നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളാണ് കൂടുതൽ. അപ്പം അങ്ങനെ ഒത്തിരി കോൺട്രഡിക്ഷൻസ് ഉള്ള ഒരു സൊസൈറ്റിയാണ് ഇറാൻ്റെത്. അപ്പം പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു വിപ്ലവത്തിൻ്റെ ഒരു കനൽ, അതായത് പ്രതിഷേധത്തിനൊരു കനൽ അവരുടെ ഇടയിലുണ്ട്. അപ്പം ഈ പ്രൊട്ടസ്റ്റ് വരുന്നതിന് 2 പ്രധാനപ്പെട്ട കാരണമാണുള്ളത്. ഒന്ന്, അവർക്ക് കൂടുതൽ പൊളിറ്റിക്കൽ ഫ്രീഡം വേണം, അവർ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒന്നാണ്. 2, എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കണോമിക് ഫ്രീഡമാണ്. അപ്പോൾ ഇറാൻ മാത്രമല്ല ആ വെസ്റ്റ് ഏഷ്യയിലെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. വെസ്റ്റ് ഏഷ്യയിലെ ഒരു ഭാഗം എല്ലാം ഡിക്റ്റേറ്റർഷിപ്സ് ആണ്. ഒരുവിധം എല്ലാ ഗൾഫ് മൊണാർക്കികൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈജിപ്റ്റ് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യം നോക്കിക്കഴിഞ്ഞാലും ആ ഒരു വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക ബെൽറ്റിലെ പല രാജ്യങ്ങളും ഡിക്റ്റേറ്റർഷിപ്പുകളാണ്. ഇറാൻ മാത്രമാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ഇറാൻ സ്പെഷ്യൽ ടാർഗറ്റായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം, ഇറാൻ കഴിഞ്ഞ 47 വർഷമായിട്ട് അമേരിക്കൻ സാങ്ഷൻസിന് കീഴിൽ ജീവിക്കുന്ന ആളാണ്. ഇപ്പോൾ സൗദി അറേബ്യയ്ക്കും UAEക്കും ഓയിൽ വിൽക്കാൻ പറ്റുന്ന പോലെ, ഖത്തറിന് ഗ്യാസ് വിൽക്കാൻ പറ്റുന്ന പോലെ ഇറാന് പറ്റുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് പൊളിറ്റിക്കലി ക്ലോസ്ഡ് സിസ്റ്റമാണ്, മറുഭാഗത്ത് ഇക്കോണമിക്കലി അത് അവരുടെ സിസ്റ്റം ഓപ്പൺ അപ്പ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനോ അതിനനുസരിച്ചിട്ട് അവരുടെ ഒരു ഡൊമസ്റ്റിക് ഇക്കോണമിനെ റീബിൽഡ് ചെയ്യാനോ ഇറാനിയൻ ഗവൺമെന്റിന് പറ്റുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്ട്രക്ചറൽ റീസൺസ്. ഇപ്പം നമുക്ക് കറപ്ഷൻ എന്നൊക്കെ ആളുകൾ പറയും, അത് എല്ലാ രാജ്യത്തും ഉള്ളതാണ്. പക്ഷെ അതിന്റെ സ്ട്രക്ചറൽ റീസൺ എന്ന് പറയുന്നത് ഈ സാങ്ഷൻസ് ആണ്. ഈ സാങ്ഷൻസ് മൂലം ഉണ്ടാക്കുന്ന അവരുടെ സമ്പദ്ഘടനയിൽ ഉണ്ടായിട്ടുള്ള ഒരു അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് പലപ്പോഴും ഈ പ്രഷർ ഇങ്ങനെ ഈ ഒരു
എന്താണ് പ്രൊട്ടസ്റ്റന്റ് രൂപത്തിലേക്ക് പല ഘട്ടങ്ങളിലായിട്ട് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ രൂക്ഷമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ഈ വർഷം ആദ്യം കണ്ടത് ഇറാനിൽ. അത് വളരെ വയലൻ്റ് ആയിട്ടാണ് ഇറാൻ്റെ ഗവൺമെൻറ് അതിനോട് റെസ്പോണ്ട് ചെയ്തത്. ഇറാൻ്റെ ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കനുസരിച്ചിട്ട് 3300 ആളുകൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ ക്രാക്ക് ഡൗണിൽ. പക്ഷേ ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ജെന്യുവനായിട്ടുള്ള പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ട്, ഒരു സംശയമില്ല അതിൽ. കാരണം ആ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത് തെഹ്റാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിലെ ഷോപ്പ് ഓണേഴ്സാണ് പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അതിനെ പല രീതിയിലുള്ള ഫോറിൻ പവേഴ്സ് അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിലും യാതൊരു സംശയമില്ല. ഉദാഹരണത്തിന് മൊസാദിൻ്റെ പേഴ്സ്യൻ ട്വീറ്റ് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്, നമ്മൾ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മൊസാദിൻ്റെ പേഴ്സ്യൻ ട്വീറ്റ്സ് ഉണ്ട്. അതായത് വി ആർ സ്റ്റാൻഡിങ് വിത്ത് യു ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് പരസ്യമായിട്ട് പറയാണ് അവർ. അതുപോലെ മൈക്ക് പോംപായോ ആരാണെന്ന് അറിയാലോ, ഫോമർ CIA ഡയറക്ടറാണ്, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ജാനുവരി 8 മൈക്ക് പോംപായോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജാനുവരി 1 ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ദ ഇറാനിയൻസ് ഹു ആർ പ്രൊട്ടസ്റ്റിംഗ് ആൻഡ് ദ മൊസാദ് ഏജൻസ് ഹു ആർ സ്റ്റാൻഡിംഗ് വിത്ത് ദം. ഇതാണ് ട്വീറ്റ്. അത് നിങ്ങൾക്ക് പോയിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ട്രംപ് പിന്നീട് ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം 3 തവണയെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സംഘർഷത്തിന്റെ സമയത്ത് നമ്മൾ കുർദുകൾക്കും ഇറാന്റെ പ്രൊട്ടസ്റ്റേഴ്സിനും വെപ്പൺസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇസ്രായേലിലെ ചാനൽ 14 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ്രായേൽ ഹാഡ് സപ്ലൈഡ് വെപ്പൺസ് ടു ദ പ്രൊട്ടസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഡിസ്കണ്ടന്റ് ഉണ്ട്, റിഫോംസ് ആവശ്യപ്പെടുന്ന ജനങ്ങളുണ്ട്, ജനങ്ങൾക്ക് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് വേണം, ഒരു തർക്കമില്ല ആ കാര്യത്തിൽ. മറുഭാഗത്ത് ജിയോ പൊളിറ്റിക്സ് ഉണ്ടാക്കുന്ന ഫോറിൻ ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അത് ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും അവിടെ നടത്തുന്ന ഇൻ്റർവെൻഷൻസ് ഉണ്ട്. ആ ഇൻ്റർവെൻഷൻസ് ആണ് ആ ജനുവരിയിലെ പ്രതിസന്ധിയെ കൂടുതൽ രക്തരൂഷിതമാക്കി മാറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്രൈസിസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാന് വേണ്ടത്, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാൻ ശരിക്കും അമേരിക്കയെ ബാറ്റിൽ ഫീൽഡിൽ ചെക്ക്മേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. അമേരിക്ക ഒരു ദുഷ്കരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇറാൻ്റെ എക്കോണമി വളരെ പ്രതിസന്ധിയിലാണ് അല്ലേ. ഇറാൻ്റെ ഇപ്പോൾ IMF പറയുന്നത് ഇറാൻ്റെ എക്കോണമി 30% മറ്റോ കോൺട്രാക്ട് ചെയ്യുന്നതാണ് വരുന്ന 3 വർഷത്തിനുള്ളിൽ. ഇൻഫ്ലേഷൻ കൂടുതലാണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ഇക്കണോമിക് പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ജനുവരിയിൽ ഉണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ചിലപ്പോൾ ഡിസംബറിൽ വീണ്ടും വരാം. ഇറാനെ സംബന്ധിച്ച് അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് റിലേറ്റീവ്ലി ഈസിയാണ്, പക്ഷേ സ്വന്തം ജനങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ എന്ന് പറയുന്നത് വളരെ കൂടുതൽ അപകടം പിടിച്ച കാര്യമാണ്. സോ ഏത് എഗ്രിമെൻറ്റിൻ്റെയും തുടർച്ചയായിട്ട് ശരിക്കും ഇറാൻ്റെ ഒരു ലോങ്ങവിറ്റിക്ക് വേണ്ടത് എന്താണ്? ഇക്കണോമിക് റിഫോംസും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിഫോംസും അതിൻ്റെ ഭാഗമാണ്. അത് ഇറാനിയൻ ലീഡേഴ്സ് ഒരു പരിധിവരെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് വേണ്ടത് സാങ്ഷൻസ് റിലീഫാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു, ലോകത്ത് ഇതുവരെ കണ്ടെത്തിയത് വെച്ച് ഏറ്റവും വലിയ എണ്ണ അല്ലെങ്കിൽ ധാതു നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. അവിടുത്തെ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഇറാൻ വലിയ പ്രകൃതി സമ്പത്തും എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്. ഈ രാജ്യങ്ങളൊക്കെ അമേരിക്ക കൈയടക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ജിയോ പൊളിറ്റിക്സ് കാരണം. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ നാടൻ പ്രയോഗത്തിൽ പറയും ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു ഭ്രാന്തൻ അധികാരത്തിലേറിയത് കൊണ്ടാണ് എന്ന് തമാശ പറഞ്ഞു പോകുന്നത്ര ലാഘവത്തിലാണോ നമ്മളിതിനെ കാണേണ്ടത് എന്നാണ്. അല്ല, ഇതിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇത് ആദ്യമായിട്ടല്ലല്ലോ ചെയ്യുന്നത്. അവർ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം 91 സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം അമേരിക്ക നടത്തിയിട്ടുള്ള മിലിറ്ററി ഇൻ്റർവെൻഷൻസിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എടുത്താൽ മതി. 1993 ബോസ്നിയ, 1998 യുഗോസ്ലാവിയ, 2001 അഫ്ഗാനിസ്ഥാൻ, 2003 ഇറാഖ്, 2011 ലിബിയ, അതിൻ്റെ ഇടയിൽ സിറിയ, എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻ ഇൻ സിറിയ, അത് കഴിഞ്ഞ് 2025 ഇറാൻ, 2026 വീണ്ടും ഇറാൻ. അപ്പോൾ ഇതിലിങ്ങനെ ഒരു നീണ്ട നിരയാണ്. ഇത് കോൾഡ് വാറിൻ്റെ കാലത്ത് പോയി കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് നമുക്കിങ്ങനെ കാണാം, വേറെയും കാണാം. അപ്പോൾ ഇത് കോൾഡ് വാറിന് ശേഷം പ്രത്യേകിച്ചും എന്താ ഉണ്ടായത്? നമ്മളിപ്പോൾ ലോകക്രമം നോക്കിക്കഴിഞ്ഞാൽ കോൾഡ് വാർ വരെ അറ്റ്ലീസ്റ്റ് ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലൊരു ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 1991 ആ ബാലൻസ് പോയി. ആ ബാലൻസ് പോയി നമ്മൾ അതിനെ വിളിക്കുന്നത് ഈ ഏകധ്രുവ ലോകം എന്ന് വിളിക്കുന്ന ഒരു ലോകക്രമം നിലവിൽ വന്നു. അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം. അമേരിക്കയെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് വേറെ ആരും ഇല്ലാതായി മാറി. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി മാറി. റഷ്യ 1990കളുടെ ഫുള്ള് ഒരു നമ്മൾ പറയും റിട്രീറ്റിലാണ്, ഒരു പിൻവാങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് റഷ്യ. ചൈന ഇന്നത്തെ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമായി മാറിയിട്ടില്ല. ചൈന അപ്പോഴും ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്.
അപ്പോൾ ഒരു 991 മുതൽ 2015, 2016 വരെയാണ് നമ്മൾ ഒരു ഏകധ്രുവ ലോകം എന്ന് പറയുന്നത്. അത് അമേരിക്ക ലോകക്രമത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അമേരിക്കയുടെ ഈ യൂണിപോളാർ ഇൻ്റർവെൻഷൻസ് ആണ് പല സ്ഥലങ്ങളിലും. അപ്പം നമ്മളെല്ലാവരും ഈ റൂൾസ് ബേസ്ഡ് ഓർഡറിനെ പറ്റി പറയും, ഇൻ്റർനാഷണൽ ലോയെ പറ്റി പറയും. ഇതൊന്നും ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിന് ബാധകമല്ല, ഒരു കാലത്തും ബാധകമായിട്ടില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വെനസ്വേലയിൽ നമ്മളതാണ് കണ്ടത്. വെനസ്വേലയിൽ അമേരിക്ക പോയി അവിടുത്തെ സിറ്റിംഗ് പ്രസിഡന്റിനെ, അയാൾ നല്ല ആളാണോ ചീത്ത ആളാണോ, അയാൾ ലിബറൽ ആണോ ഡിക്റ്റേറ്റർ ആണോ കൺസർവേറ്റീവ് ആണോ എന്നുള്ളതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, അല്ലേ? അത് വെനസ്വേലയിലെ ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അതൊരു ലോങ് സ്ട്രഗിളാണ്. അങ്ങനത്തെ എത്രയോ രാജ്യങ്ങളുണ്ട് ഇവിടെ. ഇപ്പൊ ട്രംപിനെ പറ്റി തന്നെ, ഇപ്പൊ ട്രംപിന് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിൻ പോയി ട്രംപിനെ മാറ്റി ശരിയാവില്ലല്ലോ, അമേരിക്കക്കാർ തന്നെ മാറ്റണം. അപ്പോൾ അത് ആ സിറ്റിംഗ് പ്രസിഡന്റിനെയാണ് നിങ്ങൾ അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഇപ്പൊ ഇറാഖിലെ നോക്കൂ, എന്താണ് ഇറാഖിൽ ഉണ്ടായതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, സദാം ഹുസൈനിൽ നിന്നും ഇറാഖിലെ ആളുകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. 20 കൊല്ലം കൊണ്ട് 1 മില്യൺ ആളുകളാണ് അവിടെ മരിച്ചത്. 10 ലക്ഷം ആളുകളാണ് ഇറാഖില്. ലിബിയ മുഹമ്മദ് ഗദ്ദാഫിയിൽ നിന്നും ലിബിയയെ മോചിപ്പിക്കുമെന്നാണ് ഒബാമയാണ് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒബാമ പറഞ്ഞത്, അതായത് ദേ വർ ഗോയിങ് ടു ലിബറേറ്റ് ലിബിയ ഫ്രം ഗദ്ദാഫി എന്ന് പറഞ്ഞിട്ടാണ് ലിബിയയെ അറ്റാക്ക് ചെയ്യുന്നത്. ആ ലിബിയയുടെ അവസ്ഥ ഇന്ന് നോക്കണം. ലിബിയ ആഫ്രിക്കയിലെ, നോർത്ത് ആഫ്രിക്കയിലെ ഏറ്റവും സ്റ്റേബിൾ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഗദ്ദാഫിയുടെ സമയത്ത്. അതിനർത്ഥം ഗദ്ദാഫി ലിബിയയിൽ തേനും പാലും ഒഴുക്കിയെന്നല്ല, പക്ഷേ ആഫ്രിക്കയെ നമ്മളൊരു ആഫ്രിക്കൻ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ഇപ്പം നമുക്ക് കാണാമല്ലോ, ഇപ്പോൾ നേരത്തെ മുസാഫർ സാറൊക്കെ മൈഗ്രേഷനെ പറ്റി പറഞ്ഞു. 1980s-ലും 1990s-ലും ഒത്തിരി മലയാളികൾ ലിബിയയിൽ അധ്യാപകരായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്കറിയുന്ന ആളുകൾ വരെയുണ്ട്. ലിബിയയിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയേഴ്സ്, ലിബിയയുടെ എനർജി സെക്ടറിൽ പോയിട്ടുള്ള എഞ്ചിനീയേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം, ഇന്നത്തെ ലിബിയയുടെ അവസ്ഥ നോക്കൂ. ഇന്ന് ലിബിയയിൽ 2 ഗവൺമെന്റ് ഉണ്ട്, 2 പാർലമെന്റ് ഉണ്ട്, മൾട്ടിപ്പിൾ മിലിഷ്യ ഓർഗനൈസേഷൻസ് ഉണ്ട്. ദാറ്റ് കൺട്രി ഹാസ് ജസ്റ്റ് കംപ്ലീറ്റ്ലി ഡെസിമേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അല്ലേ? അപ്പോൾ ഇതാണ് ഇവർക്ക് ഇറാനിലും ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ സിറിയയുടെ കാര്യം നോക്കാം. സിറിയയിലെ സിവിൽ വാറിന്റെ ആദ്യഘട്ടം കാലം മുതൽ സിറിയയിലെ ഗവൺമെന്റിന് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അവർ ഒത്തിരി ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഇനീഷ്യൽ പ്രൊട്ടസ്റ്റിന് അടിച്ചമർത്താനായിട്ട്. പക്ഷെ അതേസമയം തന്നെ സിറിയയിലെ ഗവൺമെന്റിനെ, ബഷാർ അൽ അസദിന്റെ ഗവൺമെന്റിനെതിരെ പല രീതിയിലുള്ള മിലിഷ്യ ഗ്രൂപ്പുകളെ, റിബൽ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ രാജ്യങ്ങളെല്ലാം ചേർന്നാണ്. അമേരിക്ക, ജോർഡാൻ, ടർക്കി, ഖത്താർ, സൗദി അറേബ്യ, UAE, ഇവരെല്ലാവരും പല റിബൽ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഫൈനലി അവിടെ ബഷാർ അൽ അസദിന്റെ ഗവൺമെന്റ് വീണത്. അവിടെ ഇപ്പം അധികാരത്തിലിരിക്കുന്നത് മുൻപത്തെ അൽഖയ്ദക്കാരനാണ്. ഈ HTS എന്ന് പറഞ്ഞ സംഘടനയാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത് സിറിയയിൽ. അപ്പോൾ ഇത് ഒരു ഇങ്ങനെ ഒരു നിരന്തരമായിട്ട് ഈ രാജ്യങ്ങളിൽ ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു പോളിസിയാണ്. ഈ പോളിസിയുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അമേരിക്കയുടെ വെസ്റ്റ് ഏഷ്യ പോളിസിയുടെ ന്യൂക്ലിയസ്, കോർ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേലിന്റെ മിലിറ്ററി മൈറ്റിനെ ചോദ്യം ചെയ്യുന്ന ആരും തന്നെ വേണ്ട എന്നുള്ളതാണ് ഇവരുടെ ഒരു ലോങ് ടൈം അപ്രോച്ച്, അല്ലേ? അപ്പം അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടത് ഇസ്രായേലിന്റെ ചുറ്റിനും ഫെയിൽഡ് രാഷ്ട്രങ്ങളാണ്. പരാജയപ്പെട്ട രാജ്യങ്ങളാൽ സ്വയം അതിനെ ചുറ്റുമാണെങ്കിൽ പിന്നെ ഇസ്രായേലിനെതിരെ ഒരു കാര്യമായിട്ടുള്ള ഒരു കൺവെൻഷണൽ മിലിറ്ററി ചലഞ്ച് ആരുടെ ഭാഗത്തു നിന്നും വരില്ല. സദാം ഹുസൈൻ പോയി, ലിബിയയിൽ ഗദ്ദാഫി പോയി, സിറിയയിൽ ബഷാർ അൽ അസദ് വീണു. ലെബനോൻ എന്ന് പറയുന്നത് നിരന്തരമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ കീഴിലാണ്. ഗാസയുടെ പകുതി ഇന്ന് ഇസ്രായേലിന്റെ കീഴിലാണ്. സൗത്ത് ലെബനോൻ ഇസ്രായേലിന്റെ കീഴിലാണ്. ജോർദാൻ അമേരിക്കയുടെ ഫണ്ടമെന്റലി അമേരിക്കൻ എയ്ഡിന്റെ കാരുണ്യത്തിൽ ജീവിക്കുന്ന രാജ്യമാണ്. രാജാവിന് കാര്യമായിട്ട് പ്രസ്താവന ഇറക്കുന്നതിനപ്പുറത്തേക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അതേ കാര്യം തന്നെയാണ് ഈജിപ്തിന്റെ അവസ്ഥ. പിന്നെ എന്തെങ്കിലും ശബ്ദം ഉയർന്നത് ടർക്കിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ നമ്മൾ ഇസ്രായേൽ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇൻക്രീസിംഗ്ലി അവർ ടർക്കിയെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. കാരണം ഇറാനെയും ടർക്കിയുമാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരു ത്രെട്ടായിട്ട് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അവർ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യയെ മൊത്തം മാറ്റി തീർക്കുക എന്നതാണ് ഇവരുടെ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ അജണ്ട. അത് കുറേയൊക്കെ സക്സസ്ഫുൾ ആണ് അവരുടെ പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കഴിഞ്ഞാൽ. വെസ്റ്റ് ഏഷ്യയിലെ ജനങ്ങളുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ദുരന്തമാണ്. കാരണം അൺഎൻഡിങ് കോൺഫ്ലിക്റ്റ് ആണ്, നിരന്തരമായിട്ടുള്ള യുദ്ധമാണ്. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ അവരിതിനെ റീമേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. പക്ഷേ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിക് വിക്ടറി അവർക്ക് കിട്ടുന്നില്ല. അത് പ്രത്യേകിച്ചും ഇറാന്റെ കാര്യത്തിൽ വന്നപ്പോൾ അതൊരു വലിയ തിരിച്ചടിയായി മാറുന്നു. ഇതിൽ 2 ദശാബ്ദങ്ങൾക്കിടെ
ഇന്ത്യയുടെ നയതന്ത്രത്തിൽ വന്ന വലിയൊരു മാറ്റം, നമ്മൾ പലസ്തീൻ അതോറിറ്റിക്ക് കൊടുത്തിരുന്ന പിന്തുണ, അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇറാഖിൻ്റെ ആയത്തുള്ള അലി ഖമീനിനടക്കമുള്ള രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒറ്റ ആക്രമണത്തിൽ ഉന്മൂലനം ചെയ്യപ്പെടുമ്പോൾ പ്രതിഷേധക്കുറിപ്പ് റഷ്യയോ ചൈനയോ പോലെ വളരെ അപൂർവം രാജ്യങ്ങൾ മാത്രമാണ്, ചിലപ്പോൾ ഉത്തര കൊറിയയെ ഇറക്കിയിട്ടുണ്ടാവും, വളരെ അപൂർവ രാജ്യങ്ങൾ പോലുമാണ് പ്രതിഷേധിക്കുന്നത്. UN എന്ന് പറയുന്നൊരു സംവിധാനം കാണുന്നു പോലുമില്ല നമ്മൾ ലോകക്രമത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ നയതന്ത്രം ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ? എങ്ങനെയാണ് അത് ഇന്ത്യയെ ബാധിക്കുക, യുദ്ധമടക്കമുള്ള കാര്യങ്ങൾ? അതാണ് ഇപ്പം ഇന്ത്യയുടെ നിലപാട് രണ്ട് വിഷയത്തിൽ നമുക്ക് നോക്കാം. ഒന്ന്, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലോട്ടുള്ള നിലപാട്. രണ്ട്, ഇറാൻ യുദ്ധത്തിനോടുള്ള നിലപാട്. പാലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ ഇപ്പം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യ നിൽക്കുന്നത് മൊറോർലെസ് ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഇപ്പോഴും പാലസ്തീൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇപ്പോഴും നമ്മൾ. പക്ഷേ ഇന്ത്യയുടെ ഒരു ഓവറോൾ പോളിസി എന്ന് പറയുന്നത് ഇസ്രായേലിന് അനുകൂലമാണ്. അത് ആ ഒരു ടിൽറ്റ് ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ 2015 ഉദാഹരണത്തിന് 1991 നമ്മൾ ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നത്. അതായത് ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് 1991 അതുവരെ ഒരു ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അത് റാവുവിൻ്റെ സമയത്താണ്. 1991 ശേഷം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി, കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഡിഫൻസ് കോർപ്പറേഷൻ വരുന്നു, ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങുന്നു, ഡ്രോൺസ് വാങ്ങാൻ തുടങ്ങുന്നു, ടെക്നോളജിക്കൽ കോർപ്പറേഷൻ വരുന്നു, ഇന്റലിജൻസ് രംഗത്തുള്ള സഹകരണം വർദ്ധിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഈ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യ സപ്പോർട്ട്സ് ദ ക്രിയേഷൻ ഓഫ് എൻ ഇൻഡിപെൻഡന്റ് സോവറിയൻ പാലസ്റ്റൈൻ ബേസ്ഡ് ഓൺ ദ 1967 ബോർഡർ ആൻഡ് വിത്ത് ഈസ്റ്റ് ജെറുസലേം ബീയിങ് ഇറ്റ്സ് ക്യാപിറ്റൽ. ഇതാണ് 2015 വരെ ഇതാണ് നിലപാട്. ഇപ്പം 2015 പ്രണബ് മുഖർജി, ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡന്റ്, പാലസ്റ്റീനിൽ പോയിട്ടുണ്ട്, ഇസ്രായേലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് യാത്ര ചെയ്തിട്ടുണ്ട് അന്നത് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അന്നത്തെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞാൽ 1967 ബോർഡറിന്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് ജെറുസലേം, കിഴക്കൻ ജെറുസലേം ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ രാഷ്ട്രം വരണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. 2015 മുതൽ അവസാനമായിട്ട് ഇന്ത്യ ഈ നിലപാടെടുത്തത് പ്രണബ് മുഖർജി പാലസ്തീനിൽ പോയ സമയത്താണ്. 2018 മോദി പ്രധാനമന്ത്രി പോയിട്ടുണ്ട്, പാലസ്തീനിൽ പോയിട്ടുണ്ട്. 17 ഇസ്രായേലിലും 18 പാലസ്തീനിലും വെസ്റ്റ് ബാങ്കിലും പോയിട്ടുണ്ട്. അന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അന്ന് ഇന്ത്യ എടുത്ത നിലപാട് ഇന്ത്യ സപ്പോർട്ട്സ് ദ 2-state സൊല്യൂഷൻ എന്നത് മാത്രമാണ്. അപ്പോൾ ഇന്ത്യ അന്ന് മുതൽ 2015 മുതൽ ഇന്ന് വരെയുള്ള ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് നമ്മൾ 2-state സൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ബോർഡറിനെ പറ്റി പറയാറില്ല, നമ്മൾ ക്യാപിറ്റലിനെ പറ്റി പറയാറില്ല, നമ്മൾ പാലസ്തീനിയൻ റെഫ്യൂജീസിനെ പറ്റി പറയാറില്ല, നമ്മൾ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നടക്കുന്ന ഓക്യുപ്പേഷനെ പറ്റി പറയാറില്ല. ഈ വിഷയങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മളിപ്പോൾ സംസാരിക്കാറില്ല. നമ്മൾ ഇപ്പോഴത്തെ ഒരു നിലപാട്, പാലസ്തീൻ നിലപാടെന്ന് പറയുന്നത് നമ്മൾ 2-state സൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു ഭാഗത്ത് അത് പറയുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് ഇസ്രായേൽ ഗവൺമെന്റുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഒക്ടോബർ 7 അറ്റാക്കിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരുന്നു, അതായത് ഇന്ത്യ സ്റ്റാൻഡ്സ് ഇൻ സോളിഡാരിറ്റി വിത്ത് ദ ഇസ്രായേലീസ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് MEAക്ക് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് പറഞ്ഞിട്ട് നമ്മളുടെ പാലസ്തീൻ പൊസിഷനിൽ മാറ്റമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. പക്ഷേ PMO എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. PMO കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഈ വിഷയത്തിൽ. അപ്പോൾ അതിനുശേഷമുള്ള നമ്മുടെ നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ നമ്മൾ പാലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഓവറോൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ലോകത്തിലെ പല രാജ്യങ്ങളും ശബ്ദിച്ചിട്ടുണ്ട് ഈ ഗാസയിലെ വംശഹത്യക്കെതിരെ, അല്ലേ? പല രാജ്യങ്ങളും ഇപ്പോൾ നമ്മൾ യൂറോപ്പ് പൊതുവെ ഇസ്രായേൽ അനുകൂലമായിട്ട് സംസാരിക്കുന്ന യൂറോപ്പിൽ നിന്ന് പോലും സ്പെയിൻ പോലുള്ള രാജ്യം വരുന്നു. ബ്രിട്ടൻ പോലും ആലോചിച്ച് നോക്കണം, ബ്രിട്ടൻ പോലും ഇസ്രായേലിനെ വിമർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇസ്രായേലിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കിയിട്ടില്ല. നമ്മൾ ബ്രിക്സും SCOയും ഇറക്കിയ സ്റ്റേറ്റ്മെന്റിന് സൈൻ ചെയ്തിട്ടുണ്ട്. അതിന് അല്ലാതെ ബയലാറ്ററൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു വാക്ക് പോലും ഇതിനെതിരെ 73,000 ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 20,000-ഓളം പേര് കുട്ടികളാണ്. 20,000-ഓളം പേര് കുട്ടികളാണ്. നമ്മളൊരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഓക്കെ. ഇനി ഇതിന് അനുകൂലമായിട്ട് പലരും പറയുന്ന ഒരു കാര്യം, ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് യോജിക്കുന്നതല്ല, അതുകൊണ്ടാണ് ഇന്ത്യയുടെ നിലപാടെടുക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു ആർഗ്യുമെന്റ്. പക്ഷെ ആ ആർഗ്യുമെന്റ് ഇറാൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല.
അതാണ് ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിനെ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പറയുന്നു ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ നിലപാടെടുക്കുന്നത് എന്ന് പറയുന്നു. ഈ ഇറാൻ യുദ്ധം മൂലം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഇവിടെ പെട്രോൾ പ്രൈസിന്റെ വില വർധന മാത്രമല്ല, പല രീതിയിലുള്ള ഇത് ലോങ് ലാസ്റ്റിംഗ് ഇംപ്ലിക്കേഷൻസ് ആണ് ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ജോബ് ലോസസ്, എനർജി സെക്യൂരിറ്റീനെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് പല രീതിയിൽ നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. യുദ്ധം തുടങ്ങിയത് ആരാണ്? ഇസ്രായേലാണ്, അമേരിക്കയാണ്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും തുടങ്ങിയ ഈ യുദ്ധം എങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമാവുന്നത്? നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് പ്രതികൂലമാണ്. ഇത് ഇന്ത്യൻ എലീറ്റ്സ് മാത്രമല്ല, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സാധാരണക്കാരെല്ലാവരും, വലിയ രാജ്യമാണ്, എല്ലാവരും അനുഭവിക്കുന്ന ഇതിൻ്റെ കെടുതികൾ, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുകയാണ്. പക്ഷെ ഇതിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആയത്തുള്ള അലി ഖാമനായി അയാൾ ഈ പറഞ്ഞതുപോലെ അയാൾ ആക്സെപ്റ്റബിൾ ആണോ, നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അയാൾ ഒരു രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് അയാൾ. അവിടുത്തെ അയാളെ പോയിട്ട് ഇവർ അസാസിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനെതിരെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. 5-ാമത്തെ ദിവസമാണ് ഫോറിൻ സെക്രട്ടറി ഇറാനിയൻ എംബസിയിൽ പോയിട്ട് കണ്ടോളൻസ് മെസ്സേജ് സൈൻ ചെയ്യുന്നത്. 5-ാമത്തെ ദിവസം. അത് ഇറാന്റെ ഗവൺമെന്റ് വീഴുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ അതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെ കണ്ടം ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിനെയും നമ്മൾ കണ്ടം ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇനി ഇറാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഇന്ത്യയാണ് അവിടുത്തെ ചബഹർ പോർട്ട് പണിയുന്നത്. ചബഹർ പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ച് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്. കാരണം അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ ആക്സസ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം പാകിസ്ഥാൻ വഴിയാണ്. അത് കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന കാര്യം എപ്പോഴും പറയും. അഫ്ഗാനിസ്ഥാനിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്സസ് കിട്ടാൻ പോകുന്നത്? ഇറാൻ വഴിയാണ്, പാകിസ്ഥാൻ വഴിയല്ല. അപ്പോൾ ഇറാൻ നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക്, അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലേക്ക്, സെൻട്രൽ ഏഷ്യയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പറയും. അതായത് ഇറാൻ വഴി, ഇറാനിൽ നിന്ന് അസർബൈജാൻ വഴി റഷ്യയിൽ നിന്ന് നോർത്തേൺ യൂറോപ്പിലേക്കുള്ള നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. ഈ ട്രാൻസ്പോർട്ട് കോറിഡോർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സൂയസ് കനാലിനെയും മറ്റേതിനെയും ആശ്രയിക്കാതെ നേരിട്ട് യൂറോപ്പുമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഇന്ത്യക്ക്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഈ യുദ്ധം നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് യോജിക്കുന്ന കാര്യമല്ല, നിങ്ങളുടെ എനർജി സെക്യൂരിറ്റിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. 3, എത്ര ലക്ഷം ആളുകളാണ് ഗൾഫിൽ താമസിക്കുന്നത്? എത്ര ലക്ഷം ഇന്ത്യക്കാരാണ് പേഴ്സൺ ഗൾഫിൽ താമസിക്കുന്നത്? അവരുടെ മുഴുവൻ സെക്യൂരിറ്റി ഈ യുദ്ധം മൂലം അപകടത്തിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്ത്യക്കാരുടെ നിങ്ങൾ സെക്യൂരിറ്റി നോക്കുക, നിങ്ങളുടെ എനർജി സെക്യൂരിറ്റി നോക്കുക. ഇറാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ജിയോഗ്രാഫിക്കൽ കണക്ടിവിറ്റി നോക്കുക. നിങ്ങൾ ഏത് അളവുകോല് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ യുദ്ധം നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് യോജിക്കുന്നതല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യുദ്ധത്തിനെതിരെ സംസാരിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യവും അല്ലെങ്കിൽ ഭരണനേതൃത്വത്തിൻ്റെ താല്പര്യവും എന്ന് കരുതാം. മറ്റൊന്ന്, ഇപ്പോൾ ഏറ്റവും വലിയ സമ്പന്നത ഭൂമി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ പ്രകൃതി വിഭവത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നത ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഏറ്റവും വലിയ ദുഃഖവും വേദനയും ജീവനും നഷ്ടപ്പെടുന്ന ജനതയാണ് ഇപ്പോൾ മധ്യേഷ്യയിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ഇപ്പോൾ പുസ്തകരചനയുടെ ഭാഗമായിട്ട് പലതവണ ഈ മധ്യേഷ്യയിലൂടെ സഞ്ചരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻലി എങ്ങനെയാണ് ഇതിനെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അവിടുത്തെ ജനങ്ങളെ, അവരുടെ സാധാരണക്കാർ, മനുഷ്യർക്കിടയിൽ ഇപ്പം നമ്മളിവിടെ നാടകം കളിക്കാനൊക്കെ വരുന്ന പലസ്തീനിയക്കാരെ കാണുമ്പോൾ അവരുടെ നാടകം വെറും കല്ലുകളൊക്കെ വെച്ച് അവർ നാടകം കളിക്കുകയാണ്. അത് കണ്ടു കഴിയുമ്പോൾ അത് കണ്ടിട്ട് പോലും നമ്മുടെ നെഞ്ചിൽ നിന്ന് ചോര പൊടിയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തി, ഒരു മലയാളി എന്ന രീതിയിൽ ഇതിനെ കാണുന്നത്? വെസ്റ്റ് ബാങ്കിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ഒരുപാട് ഇമേജസ് ഉണ്ട് വെസ്റ്റ് ബാങ്കിനെ പറ്റിയിട്ട്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ അന്ന് അബു മേസൻ്റെ, അവരുടെ പ്രസിഡന്റിൻ്റെ മീഡിയ അഡ്വൈസറായിരുന്ന ആൾ, അദ്ദേഹം ഇന്ന് പാലസ്തീനിയൻ അതോറിറ്റിയുടെ ബ്രിട്ടീഷ് അംബാസിഡറാണ്, ലണ്ടനിലാണ്. അദ്ദേഹം ഒരു ദിവസം രാമലയിൽ വെച്ചിട്ട് നമ്മളോട് പറഞ്ഞത് ഈ കുട്ടികൾ കല്ലെറിയുന്ന കാര്യം പറഞ്ഞു. രാമലയിൽ ഇവരുടെ മുഖാത്ത എന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പേര്. ഈ മുഖാത്തയിൽ നിന്ന് ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചെക്ക് പോയിന്റ് വരും, ഇസ്രായേൽ ചെക്ക് പോയിന്റ്. ജസ്റ്റ് 500 മീറ്റേഴ്സ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ കുട്ടികൾ, രാമലയിലെ കുട്ടികൾ പോയിട്ട് ഇടയ്ക്ക് പോയിട്ട് അവിടെ കല്ലെടുത്തെറിയുമ്പോൾ ഇവർ തിരിച്ച് ഈ കുട്ടികളെ ആക്രമിക്കും. ഈ
ഇസ്രായേലി പട്ടാളം കുട്ടികളെ ആക്രമിക്കും, പല രീതിയിൽ ആക്രമിക്കും. അതിങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് ഇദ്ദേഹത്തോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾക്ക് F-16 ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ഉപയോഗിച്ചേനെ, പക്ഷെ നമുക്ക് കല്ലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കല്ലുകൾ എടുത്ത് എറിയുന്നതെന്നാണ് അന്ന് അംബാസഡർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ പല കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ അബുദിസിൽ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ അബുദിബ്സ് യൂണിവേഴ്സിറ്റി പാലസ്തീനിയൻ വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി, മെയിൻ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് ഇതാണെങ്കിൽ ആ എൻട്രൻസ് ഇരിക്കുന്ന സ്ഥലത്താണ് ഇസ്രായേൽ പണിതിരിക്കുന്ന മതിൽ. അത് അവർ സെക്യൂരിറ്റി ബാരിയർ എന്നാണ് പറയുന്നത്. ഒരു 12 ഫൂട്ട് ഉയരത്തിലുള്ള മതിലാണ്. എൻ്റെ 2 ആൾക്ക് ആൾപ്പൊക്കത്തിലുള്ള മതിലാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് നമ്മൾ കടന്നാൽ ഒരു റോഡിൻ്റെ വീതി പോലും ഇല്ല, അപ്പുറത്തെ മതിലാണ്. ഈ മതിൽ വെസ്റ്റ് ബാങ്കിൽ മൊത്തം ഇങ്ങനെ പണിതിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ആ മതിൽ കിടക്കാൻ യാതൊരു മാർഗവുമില്ല. അപ്പോൾ ഈ മതിലിൽ മുഴുവനും ഗ്രാഫിറ്റി ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. എഫ് ഇസ്രയേൽ, ഫ്രീ പാലസ്റ്റൈൻ, അങ്ങനെ പല പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ആളുകൾ നമ്മളോട് പറയും, ഇവർ ഈ മതിൽ പണിതപ്പോൾ പല ഭാഗങ്ങളും ഇങ്ങനെ വെസ്റ്റ് ബാങ്കിൻ്റെ ഈ മതിൽ കട്ട് ഡീപ്പ് ഇൻ ടു ദ വെസ്റ്റ് ബാങ്ക്. പല ഫാമിലീസും അപ്പുറത്തായി പോയി, പല ഫാമിലീസും ഇപ്പുറത്തായി പോയി. ഇവർക്ക് അപ്പുറത്തേക്ക് പോകാനോ അവർക്ക് ഇങ്ങോട്ട് വരാനോ സാധ്യമല്ല. പിന്നെ ഈ വെസ്റ്റ് ബാങ്കിനുള്ളിൽ തന്നെ ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്. 7 ലക്ഷത്തോളം ഇസ്രായേലി ജൂയിഷ് സെറ്റിലേഴ്സ് വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്നുണ്ട്. ഈ സെറ്റിലേഴ്സൊക്കെ താമസിക്കുന്നത് ഇങ്ങനെ ഓരോ സെറ്റിലർ കമ്മ്യൂണിറ്റിയിലാണ്. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് പോകാനായിട്ട് സെപ്പറേറ്റ് റോഡുണ്ട്. ഈ റോഡ് പാലസ്തീനിയൻസിന് എടുക്കാൻ പറ്റില്ല. വെസ്റ്റ് ബാങ്കിനുള്ളിലത്തെ റോഡാണ് പറയുന്നത്. അത് ഈ സെറ്റിലേഴ്സിന് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഈ റോഡ്. ഇനി ഈ ചെറിയ റോഡിൻ്റെ കാര്യം വിട്ടേക്കൂ, വേറെ ഒരു ഉദാഹരണം പറയാം. ഈ ജെറുസലേം തെല്ലവീവ് ഹൈവേ ഉണ്ട്. അത് അവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഹൈവേ ആണ്, നമ്മുടെ NH ഒക്കെ പോലത്തെ. ജെറുസലേം തെല്ലവീവ് ഹൈവേയിലൂടെയാണ് നമ്മൾക്ക് എയർപോർട്ടിൽ പോകേണ്ടത്, തെല്ലവീവ് എയർപോർട്ടിൽ പോകേണ്ടത്. അപ്പോൾ എനിക്ക് റാമല്ലയിൽ നിന്ന് ഈ ഹൈവേ എടുത്തിട്ട് വേണം എയർപോർട്ടിൽ പോകാൻ. അപ്പോൾ പാലസ്തീനിയൻസ് റാമല്ലയിലുള്ള ഒരു ക്യാബ് ഡ്രൈവർക്ക് എന്നെ പിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന് റാമല്ലയിലുള്ള ഒരു ക്യാബ് ഡ്രൈവർക്കും ഈ ഹൈവേയിൽ കിടക്കാൻ പറ്റില്ല. ദിസ് റോഡ് ഈസ് ക്ലോസ്ഡ് ഫോർ ദം. ഇതിനെ പലരും അതുകൊണ്ട് അപ്പാർത്തൈറ്റ് ഹൈവേ എന്നാണ് വിളിക്കുക. അവർക്ക് കടക്കാൻ പറ്റില്ല. ഇസ്രായേലിൽ നിന്ന് ഒരാൾ റാമല്ലയിലേക്കും വരില്ല. അപ്പോൾ നമുക്ക് വേണ്ടത്, എനിക്ക് ജെറുസലേമിലുള്ള ആളുകൾക്ക് പെർമിറ്റ് ഉണ്ട്. കാരണം ജെറുസലേം ഇസ്രായേൽ അനക്സ് ചെയ്ത ടെറിട്ടറി ആയതുകൊണ്ട് ജെറുസലേമിൽ നിന്ന് ഒരാൾ റാമല്ലയിൽ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് വേണം ഈ ഹൈവേ എടുത്തിട്ട് എയർപോർട്ടിൽ പോകാനായിട്ട്. പാലസ്തീനിയൻ വെസ്റ്റ് ബാങ്കിലുള്ള ഒരാൾക്ക് പോലും ഈ ഹൈവേ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ അപ്പാർത്തൈറ്റ് ഹൈവേ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ജെറുസലേമിലുള്ള ഒരു മനുഷ്യനാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. എന്നിട്ട് എയർപോർട്ട് എത്തുന്നതിന് മുൻപ് ഒരു ചെക്ക് പോയിന്റിൽ വെച്ചിട്ട് എന്നെ അവർ തടഞ്ഞ് അതിനുള്ളിൽ ഒരു സ്ക്രീനിങ് റൂമിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ബാഗ് എല്ലാം എന്നെ കൊണ്ട് വീണ്ടും തുറപ്പിച്ചു. എൻ്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ദേ പുട്ട് മീ ഇൻ എ ഡാർക്ക് റൂം, ഒരു ചെറിയ റൂം. അതിൽ ഫുൾ ഡാർക്ക്നെസ് ആണ്, ഒന്നുമില്ല, ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ. നട്ടുച്ചയാണ്, പക്ഷേ ഇരുട്ടാണ്, റൂമിൽ ഫുൾ ഇരുട്ടാണ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. എൻ്റെ പാസ്പോർട്ടില്ല, എനിക്ക് ഫ്ലൈറ്റ് എടുക്കണം, എനിക്ക് എയർപോർട്ടിലെത്തണം. എൻ്റെ ബാഗും എല്ലാം അപ്പുറത്തെ മുറിയിലാണ്, എൻ്റെ അടുത്ത് ആരുമില്ല. ദേ ആസ്ക്ഡ് മീ ടു വെയിറ്റ്, ക്ലോസ് ദ ഡോർ ഫ്രം ഔട്ട്സൈഡ്. ദെൻ ദേ ജസ്റ്റ് ലെഫ്റ്റ്. ഐ തിങ്ക് ഇറ്റ് ടുക്ക് 20-25 minutes. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴും ആലോചിക്കുമ്പോഴും. അപ്പോൾ അതിനുശേഷം അവർ ഡോറ് തുറന്നു, അവരകത്തേക്ക് വന്നു. അവർ എന്നോട് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബാഗെല്ലാം തുറന്ന് എല്ലാ സാധനങ്ങളും ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കിടക്കുകയാണ്, സ്കാറ്റേഡായി കിടക്കുകയാണ്. അപ്പോൾ എനിക്കത് റീപാക്ക് ചെയ്ത് കാറിൽ കയറിയതിന് ശേഷമാണ് അവരെനിക്ക് പാസ്പോർട്ട് തിരിച്ചു തന്നത്. അപ്പോൾ 2 കാരണങ്ങളാണ് എന്നെ തടയാനാണെന്നുണ്ടായത്. ഒന്ന്, ഞാൻ വെസ്റ്റ് ബാങ്കിൽ പോയി എന്നുള്ളത്. കാരണം ഞാൻ വെസ്റ്റ് ബാങ്കിൽ പോവാതെ ഇസ്രായേലിൽ പോയപ്പോൾ എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. 2, ഒരു അറബാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മൾ വെസ്റ്റ് ബാങ്കിൽ കാണുന്നത്. ഇത് കാണുമ്പോഴാണ് നമ്മൾ എന്താണ് പറയുന്നത്. എന്നിട്ടാണ് ഇസ്രായേൽ നമ്മളോടൊന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പട്ടാളമാണ് ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് മോറൽ ആർമി എന്ന് പറയുമ്പോൾ ഈ കഥകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുപോലെ ഇറാൻ്റെ കാര്യത്തിലും ഞാൻ ഇറാനിൽ പോയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഇറാനല്ല ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ മനസ്സിലുള്ള ഇറാൻ എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു യുഗത്തിൽ ജീവിക്കുന്ന, മോഡേണിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഒരു മനുഷ്യർ എന്നുള്ള രീതിയിലാണ് അതായത് അത്യാവശ്യം വെസ്റ്റ് ഏഷ്യയെ പറ്റി വായിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന, ഓക്കെ, ഇറാൻ ഹാസ് എ റിച്ച് ഹിസ്റ്റോറിക്കൽ സിവിലൈസേഷണൽ ഹിസ്റ്ററി, അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ ഇറാനിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് അമ്പേ പരാജയമാണെന്നും മനുഷ്യവിരുദ്ധരാണെന്നുമാണ് നമ്മൾ കരുതുന്നത്.
പക്ഷെ നമ്മളവിടെ പോകുമ്പോൾ കാണുന്നത് വളരെ വോമായിട്ടുള്ള ആളുകൾ, ഒരു വളരെ മനോഹരമായിട്ടുള്ള, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നാലും വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇറാനിലും എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ അവരൊരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പലർക്കും സ്വാതന്ത്ര്യമില്ലായ്മയുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല വരുന്നത്, മറ്റു പല പ്രശ്നങ്ങളാണ് വരുന്നത്. ഇറാനിനെ സംബന്ധിച്ച് രണ്ടും വരുന്നുണ്ട്. പക്ഷേ എന്നാലും അവരുടെ ജീവിതത്തെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാലസ്തീനികളോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും ദാറ്റ് ഇത് അറ്റ് സം പോയിന്റ് ഇൻ ടൈം ദേ വിൽ ഫെയിൽ എന്നാണ് അവർ പറയുന്നത്. ആ ഹോപ്പ് ഉണ്ടല്ലോ, അതാണ് അവരെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ അവസാനം നടന്ന ഈ അധിനിവേശം, ആക്രമണം അങ്ങനെ തന്നെ പറയണം തോന്നുന്നു. അപ്പോൾ അത് ഈ പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു സ്റ്റെബിലിറ്റി, എണ്ണയുടെ മേലും ഒക്കെ അവർക്കുണ്ടായിരുന്ന ഒരു മേൽക്കൈ വിപണനത്തിന് അത് തകർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആണ്. ഇപ്പോൾ ഇറാൻ്റെ റെസ്പോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ രണ്ട് രീതിയിലാണ് ഈ യുദ്ധത്തിനോട് റെസ്പോണ്ട് ചെയ്തത്. അവരിത് പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് കാണാം. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അവർ യുദ്ധത്തിനെ റീജിയണലൈസ് ചെയ്തു. അതായത് അവർക്കറിയാം ഇപ്പോൾ ഇസ്രായേലിനെ മാത്രം അറ്റാക്ക് ചെയ്താൽ അമേരിക്കയെ വേദനിപ്പിക്കാൻ പറ്റില്ല, ഒരു പരിധിയിൽ കൂടുതൽ. മാത്രമല്ല ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഇറാൻ്റെ എബിലിറ്റി ലിമിറ്റഡ് ആണ്. ഒരു 2000 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് 40 ദിവസത്തോളം. പക്ഷെ എന്നാലും അത് ലോങ് റേഞ്ച് മിസൈൽസ് അയക്കണം, അത് പലതും വെടിവെച്ചിടും. അപ്പോൾ അവരുടെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്താൽ ഒരു പരിധി വരെയൊക്കെ പെയിൻ അബ്സോർബ് ചെയ്യാൻ ഇസ്രായേലും തയ്യാറാണ്. പക്ഷേ ഇറാൻ അറിയാം, അതായത് അമേരിക്കയെ അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്കോണമിയെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്താൻ പറ്റുന്നത് ഈ അറബ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മാത്രമല്ല ഇറാൻ ഒരു റീസെന്റ് ഈറ്ററേ ഉണ്ട്. അതായത് ഈ അറബ് രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും തന്നെ അമേരിക്കയുടെ മിലിറ്ററി ബേസസിനെ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അവരിൽ പലരും UAE ഒക്കെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുക കൂടി ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇറാൻ ചെയ്തത് അവരുടെ രണ്ട് പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. ഒന്ന്, ഈ യുദ്ധത്തിനെ അവർ പ്രാദേശികവൽക്കരിച്ചു. ഇപ്പോൾ നമ്മൾ ജൂണിൽ നോക്കിക്കഴിഞ്ഞാൽ, ജൂണിൽ യുദ്ധം ഉണ്ടാവും. ഇപ്പോൾ 2025 ജൂണിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇറാൻ അറബ് രാജ്യങ്ങൾ ആരെയും ആക്രമിച്ചില്ല. ഇറാൻ ഖത്തറിലേക്ക് മിസൈൽ അയച്ചത് അമേരിക്ക ഇറാൻ്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് ശേഷമാണ്. ഒരു തവണ, ഒരു വൺ ഓഫ് അറ്റാക്ക് മാത്രമായിരുന്നു. അല്ലാതെ ഇറാൻ്റെ റെസ്പോൺസ് ഇസ്രായേലിനെ മാത്രം ടാർഗറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇത്തവണ ഇറാൻ ചെയ്തത്, ആദ്യത്തെ അമേരിക്കൻ ആക്രമണം നടന്ന് 45 മിനിറ്റിനുള്ളിൽ ഇറാൻ കുവൈത്തിനെ അറ്റാക്ക് ചെയ്തു, UAE-നെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ഖത്താർ, ഒമാൻ, എല്ലാ രാജ്യങ്ങളും, ഈവൻ ഒമാനെ പോലും, അല്ലേ, ബഹ്റൈൻ്റെ അമേരിക്കൻ ബേസ് നിരന്തരമായി ആക്രമിക്കപ്പെട്ടു. ഇപ്പം ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അമേരിക്കയുടെ 16 മിലിറ്ററി ബേസസ് എയ്തർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ഓർ പാർട്ട്ലി ഡാമേജ്ഡ് എന്നാണ് പറയുന്നത് 40 ദിവസത്തെ ഇറാൻ്റെ ആക്രമണം കൊണ്ട്. അപ്പോൾ ഒരൊറ്റ മിലിറ്ററി ബേസിൽ പോലും സോൾജിയേഴ്സിനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവിടെ വരികയുണ്ടായി. അപ്പോൾ ബേസിക്കലി ഇറാൻ ചെയ്തത് ഈ യുദ്ധത്തെ പ്രാദേശികവൽക്കരിച്ചത് കൊണ്ട് ഈ അമേരിക്കയുടെ സെക്യൂരിറ്റി അംബ്രല എന്ന് പറയുന്ന ഒരു സംഗതി എഫക്റ്റീവ് അല്ല എന്ന് അവർ വരുത്തി തീർത്തു. കാരണം ഇപ്പം സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് അമേരിക്ക വിൽ ഗിവ് യു പ്രൊട്ടക്ഷൻ, ഐ വിൽ ഗിവ് യു ഓയിൽ. അത് 1940s മുതലുള്ളതാണ്. ആൻഡ് അമേരിക്ക ഡിഡ്ന്റ് ഗിവ് യു പ്രൊട്ടക്ഷൻ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്, അല്ലേ? 40 ദിവസം ഒരു പ്രൊട്ടക്ഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക്. അത് സൗദി അറേബ്യ പിന്നെയും കുറെ കൂടി വലിയ രാജ്യമാണ്. UAE-യുടെയും ഖത്തറിൻ്റെയും അവസ്ഥ കുറെ കൂടി കഷ്ടമാണ്. അത് ഖത്തർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇന്ന്. അതുകൊണ്ടാണ് ഖത്തറിന് വീണ്ടും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെന്ന് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു അമേരിക്കൻ സെക്യൂരിറ്റി അംബ്രല തകർന്നു എന്ന് തന്നെ പറയാം. ഒന്ന്. രണ്ടാമത്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് പിടിച്ചെടുത്തത് വഴി ഇറാൻ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. കാരണം ഇന്നിപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് തുറക്കുക എന്നായിരുന്നു. ഹലോ, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വാസ് ഓപ്പൺ ബിഫോർ ദ വാർ, അല്ലേ? നിങ്ങളുടെ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് അത് അടച്ചത്. ഇപ്പം നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് യുദ്ധം നിർത്തണമെങ്കിൽ അത് തുറക്കണമെന്നാണ്. അപ്പോൾ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതാണ് ജിയോഗ്രഫി ഇറാന് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് അതിൻ്റെ നാരോവസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് വെറും 35 കിലോമീറ്റർ മാത്രമാണ്. അവിടെ അമേരിക്കയ്ക്ക് മിലിറ്ററിലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അമേരിക്കയ്ക്ക് ആ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇറാനിൽ ഗവൺമെൻറ് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഗവൺമെൻറ് തീരുമാനിക്കണം. അല്ലാതെ അമേരിക്ക എന്നല്ല, ലോകത്തെ എത്ര മിലിറ്ററി പവേഴ്സ് വന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടുത്തെ റിയാലിറ്റി. അത് ട്രംപ് റിയലൈസ് ചെയ്യുന്നുണ്ട് ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ യുദ്ധം തുടങ്ങും, നാളെ തുടങ്ങും, മറ്റന്നാൾ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തവണ പറഞ്ഞിട്ടും ട്രംപ് പറയും പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചിട്ട് ഞാനിത് ഡിലേ ചെയ്യുന്നു.
അതാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഹി റിയലൈസസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് മിലിറ്ററിലി പോസിബിൾ ടു റീ ഓപ്പൺ ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് നൗ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇറാൻ ചെയ്തത്, ഒന്ന് യുദ്ധത്തിന്റെ പ്രാദേശികവൽക്കരണവും, രണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് അടച്ചതും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റിനുള്ള സാധ്യത കാണുന്നത്, ഡിപ്ലോമാറ്റിക് സെറ്റിൽമെന്റിനുള്ള സാധ്യത കാണുന്നത്.